എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എപ്പോഴാണ് സമർപ്പിക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ നൽകിയ അപേക്ഷ എപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിഗ്രി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോൾ മുതൽ അപേക്ഷ സമർപ്പിക്കാം, അതുപോലെ എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ പുതുതായിട്ട് സമർപ്പിക്കാം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നാലും അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നാലും അതുപോലെ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ MG യൂണിവേഴ്സിറ്റി ആയിരുന്നാലും ഈ ഒരു ജൂലൈ 1 തീയതി മുതലാണ് ന്യൂ രജിസ്ട്രേഷനായിട്ട്, അതായത് ഫ്രഷ് രജിസ്ട്രേഷൻ ക്ഷണിക്കുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക്, അതായത് ജൂലൈ 1 തീയതി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് കോളേജിലേക്കാണോ അഡ്മിഷൻ നേടേണ്ടത്, ആ ഒരു കോളേജ് ഏത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ്, അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ ചില കോളേജുകൾ ഓട്ടോണമസ് കോളേജ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു ഓട്ടോണമസ് കോളേജ് ആണെങ്കിൽ ആ ഒരു കോളേജുകൾ അതത് കോളേജുകളുടെ വെബ്സൈറ്റ് വഴിയായിരിക്കും അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ഓട്ടോണമസ് കോളേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മഹാരാജാസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കേരള യൂണിവേഴ്സിറ്റിയാണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെങ്കിലും അവിടേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് മഹാരാജാസ് കോളേജിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ്. അപ്പോൾ അതുപോലെ തന്നെ അതുപോലെ MES കോളേജ് ഉണ്ട്, അതുപോലെ വിവിധ തരം ഓട്ടോണമസ് കോളേജുകളുണ്ട്. അപ്പോൾ ആ ഒരു ഓട്ടോണമസ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആണെങ്കിൽ അതത് ഓട്ടോണമസ് കോളേജിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ജൂലൈ 1 മുതലാണ് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ അപേക്ഷ ആരംഭിക്കുക. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഏകദേശം ജൂലൈ 1 പറഞ്ഞിട്ടുള്ളതെങ്കിലും ഏകദേശം നിങ്ങൾക്ക് ഒരു ജൂൺ 28 തീയതിക്ക് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം MG യൂണിവേഴ്സിറ്റി സാധാരണത്തിൽ ആ ഒരു ഷെഡ്യൂളിൻ്റെ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഡേറ്റിന് മുമ്പേ തന്നെ അവർ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പുതിയ അപേക്ഷ നൽകുന്നതിനുള്ള ഒരു അവസരം നൽകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതായത് MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഏകദേശം MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഈ ജൂലൈ 1 അവരുടെ ആ ഒരു അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ആ ഒരു ടൈം, അതായത് ഈ ഒരു പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള അവസരം കൊടുത്തിട്ടുള്ളതെങ്കിലും ചിലപ്പോൾ ജൂൺ 28 തീയതിക്ക് ശേഷം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കും. കാരണം MG യൂണിവേഴ്സിറ്റി മുൻ വർഷങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഒരു നിശ്ചിത ഡേറ്റ് പറയുമെങ്കിലും ആ ഒരു ഡേറ്റിനേക്കാൾ കുറച്ച് നേരത്തെ ആയിരിക്കും അവർ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു അവസരം കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ, അതായത് കൃത്യമായിട്ട് വെബ്സൈറ്റുകൾ സന്ദർശിച്ച് രജിസ്ട്രേഷൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ ഒരു അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതായിട്ട് ഏകദേശം ഒരു 800 രൂപയ്ക്ക് താഴെ മാത്രമാണ് വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഫീസ് വരുന്നത്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ഫീസാണ്, ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഫീസ്, അതായത് ആ ഒരു ജനറൽ ആയിട്ടുള്ള ഫീസിൻ്റെ ആ ഒരു പകുതി മാത്രമേ ഫീസ് ഇനത്തിൽ വരുന്നുള്ളൂ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ. അതുപോലെ തന്നെ PWBD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിൽ ഫീസ് കുറവായിട്ടാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴിയാണ്, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുക. അതുപോലെ MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴിയും, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലും ഈ ഒരു ജൂലൈ 1 തീയതി മുതലാണ് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അതുപോലെ ജൂലൈ 1 മുതലാണ് ഈ വർഷത്തെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 തീയതി മുതൽ ഡിഗ്രി പ്രവേശനത്തിനായിട്ടുള്ള പുതിയ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾ, കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് അടുത്ത പുതുതായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ആ ഒരു രീതിയിലാണ് പുതിയ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയും കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഏകദേശം ഒരു ജൂലൈ 1 തീയതി മുതലാണ് പുതുതായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നത്. ചില യൂണിവേഴ്സിറ്റികൾ, അതായത് MG യൂണിവേഴ്സിറ്റിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ജൂൺ 28 തീയതിക്ക് ശേഷം തന്നെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സമയം കൃത്യമായിട്ട് വെബ്സൈറ്റ് പരിശോധിച്ച് അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആണെങ്കിൽ admission.uc.ac.in/admission എന്നുള്ള പേജ് വഴിയാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ admissions.kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ kerala.university.ac.in എന്നുള്ള വെബ്സൈറ്റാണ്.
അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഈ ഒരു MG യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് അത് ജസ്റ്റ് അത് വേറെ സെപ്പറേറ്റ് രീതിയിലാണ് അഡ്രസ്സ് വരുന്നത്. അപ്പോൾ MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. cap.mgu.ac.in/UGCAP 2025/ എന്നുള്ള ആ ഒരു പേജ് വഴിയാണ് നിങ്ങൾ ഈ ഒരു MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിച്ച് അതായത് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സമയത്ത്, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് കാരണം അഡ്മിഷനൊന്നും കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകുകയും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ പുതിയ അപേക്ഷ നൽകുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാൻ അവസരം ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകുന്നതിനും അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനുമുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓൾറെഡി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ചില യൂണിവേഴ്സിറ്റികൾ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാനുള്ള ഒരു അവസരം നൽകാറുണ്ട്. അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികളാണെങ്കിൽ പിന്നീട് സ്പോട്ട് അഡ്മിഷൻ വഴി ആ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് നൽകാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ കോളേജ് മാറ്റമോ മറ്റോ ആവശ്യമുള്ളവർ ആ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് കോഴ്സുകളിലേക്ക് മാറാനും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.